ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരു അട ഉണ്ടാക്കൽ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ 4 മണിക്ക് പലഹാരം അട ആവാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ അപ്പോൾ അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അട പരത്തലാണ്. അതിൽ നമ്മൾ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്, മൈദപ്പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് അട ഉണ്ടാക്കണം, മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. മൈദ ഒരുപാട് ഉപയോഗിക്കുന്നത് നല്ലതല്ല, എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അമ്മ അട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വാഴയില മുറിച്ച് കൊണ്ടുവന്ന് അതിൽ അട ഉണ്ടാക്കുക. ഞങ്ങൾ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. സാധാരണ ആവിയിൽ വെച്ച് വേവിക്കുകയല്ല, ഇപ്പോൾ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അതൊരു നല്ല ടേസ്റ്റാട്ടോ ചുട്ടിട്ട് കഴിക്കണത്. ഞങ്ങളുടെ ദോശക്കല്ലൊക്കെ വെച്ച് ചുട്ടെടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ആക്കി ഇപ്പോൾ നാളികേരം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3-4 അടയൊക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് അട ഉണ്ടാക്കണുള്ളൂ. അപ്പം അമ്മ നാളികേരമൊക്കെ അത് ഫില്ല് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ അടയൊക്കെ പരത്തി കഴിഞ്ഞു. അപ്പോൾ അതേ ചുട്ടെടുക്കാനായിട്ട് നമ്മുടെ ദോശക്കല്ലിൽ അടയൊക്കെ അതേ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നല്ല പോലെ ഒന്ന് ചുട്ടെടുക്കണം, അപ്പുറം ഇപ്പുറം നല്ല പോലെ ചുട്ടെടുക്കണം. ഈ ചുട്ടെടുത്ത മണം ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞതാണ് കേട്ടോ, പൊന്നു എന്താണ് അമ്മ അട ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അട ഉണ്ടാക്കിയല്ല എന്നാൽ പിന്നെ ചുമ്മാ വീഡിയോ ഒന്ന് എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ എന്താണ് സത്യം പറയുള്ളൂ. ഞാനിപ്പോൾ ആകെ എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെയല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ അങ്ങനെ അതിന് എന്താ പറയുക ഓക്കെ ആയിട്ടൊന്നും നിൽക്കില്ലല്ലോ. കുറേ പേര് ചിലവർക്ക് ഇഷ്ടമില്ലെങ്കിൽ എതിർപ്പ് പറയും. അപ്പം ഞാൻ എന്താണ് എൻ്റെ അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് അമ്മ ഇപ്പോൾ ഇതിൽ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. കുഞ്ഞിങ്ങനെ പറയടി, അതായത് ഇപ്പോൾ അങ്ങനെ നീ സംസാരിക്കുമ്പോഴാണെങ്കിലും സാധാരണ നമ്മളെങ്ങനെയാണ് കാഷ്വൽ ടോക്ക് എങ്ങനെയാണ് അതേപോലെ മതി, നീ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യണ്ട, നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, നല്ല രീതിയിലൊക്കെ പറയുക. അങ്ങനെ വേണ്ട അമ്മ അങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നേക്കാൾ ഇൻട്രസ്റ്റ് അമ്മയ്ക്കാണ് കേട്ടോ. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം വെച്ചാൽ ഒരു അങ്ങനെ ഇപ്പോൾ എൻ്റെ മറ്റേ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ ഡേ മൈ ലൈഫ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അമ്മേൻ്റെ മുഖം ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ അത് ഇടണ്ടെന്ന് പറയും അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറയും വിചാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് കുഴപ്പമില്ല. ഞാനിട്ട് പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ ഇപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കണതിനോട് വല്ല പ്രശ്നമുണ്ടോ, അമ്മേനെ കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ ഓക്കെയാണ്, അമ്മ കൂളായിട്ടില്ലാത്തൊരു നിന്നിട്ടുണ്ട്. പിന്നെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞെങ്കിൽ എനിക്കൊരു എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് അമ്മ അങ്ങനെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിൽ. അതുപോലെ തന്നെ എൻ്റെ ഏട്ടനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ ഇതെനിക്ക് മെയിനായിട്ട് പറയുന്നത് ഇങ്ങനെ തോന്നി. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് വട്ടമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്ന് പറയൂ, സന്തോഷത്തോടെ പറയാട്ടോ. നമുക്കിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ വീഡിയോ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനെ കാണണമെന്നില്ല, കമൻറ്റ് സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരുപാട് പേരൊന്നും കാണുന്നില്ല തോന്നുന്നു. വ്യൂസ് കുറവാണ്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണല്ലോ, നമുക്കിങ്ങനെ ചെയ്യണതിലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ എന്താ പറയുക പരിസരമാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത്, ചെറിയ റോഡ്. എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ ഇത് കൂടെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. നേരത്തെ എന്നിട്ട് ടാറൊക്കെ ഇട്ടതൊക്കെ പോയി, വലിയ വണ്ടികളൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെ പോയി. ഇതാ അവിടെ കനാലിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട് കേട്ടോ. എൻ്റെ വീട് ഇതാ കാണുന്നു.
അങ്ങനെ അങ്ങോട്ടുള്ള വഴി എന്താ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കുനിശ്ശേരിക്കൊക്കെ പോകാനൊക്കെ ഉള്ള ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൂടെ ഇവിടെ അമ്മ പയറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ കനാലിൻ്റെ അരുത്തായിട്ട് പയറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, അതൊക്കെ പയറിൻ്റെ എന്തൊക്കെയാണ് പട്ടച്ചാരി വെച്ചൊക്കെയാണ് ഇവിടെ. അങ്ങനെ ഈ ആടെ എന്ത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കനാലിൻ്റെ സൈഡല്ലേ, അപ്പോൾ ഒക്കെ വരുമല്ലോ വെച്ചിട്ട് പട്ടച്ചാരി ചെറിയ വെച്ചിട്ടൊന്നും കാര്യമില്ല, എന്നാലും നമ്മളിങ്ങനെ വെക്കണം മാത്രം. പിന്നുണ്ടല്ലോ ഈ ചെടി കാണുന്നുണ്ട, ഈ ഒരു ചെടി, ഈ ചെടീൻ്റെ ഈ പേരെന്തിട്ടെന്ന് അറിയാം നമുക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിൻ്റെ പൂവ്. ഞാൻ വേണ്ട ഇവിടെയൊക്കെ ചുറ്റും കാടണം, അത് കാടണം, കാട് പിടിച്ചെടുക്കണം നമ്മുടെ ഇവിടെയൊക്കെ. ചുറ്റും മരങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. ഇതൊരു തെങ്ങ്, ഇത് കൈതച്ചക്ക, എന്നിട്ട് അതിന് പറയുക കൈതച്ചക്ക എന്നല്ല പറയുക. അത് നട്ടിട്ടുണ്ട്. അത് കുറേ വർഷം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് നട്ടിട്ടുള്ളതാണ്. അതിൽ ഒരു വട്ടൊരു കായ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇപ്പോൾ ഒരു എന്നിട്ട് പറയുക ഒരു ചെടി കാണിച്ചൊന്നുണ്ടായിരുന്നില്ല, ഒരു പൂവിൻ്റെ. അപ്പം ഞാൻ ഇതേപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ നമുക്കിങ്ങനെ ചെടികളൊക്കെ തരുമല്ലോ. അപ്പോൾ ചെടി കിട്ടിയപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന പൂവില്ല, അതിൻ്റെ ചെടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ പൂവ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങി. അത് നട്ടു എത്രാം ക്ലാസ്സിലായിരുന്നു ഞാൻ, ചെറിയ 4 5 തോന്നുന്നു. അപ്പം നട്ടു അതിൻ്റെ അതേപോലെ തോന്നുന്ന ചെടിയാണ് കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം ആ ചെടി. ഇതേനെ കണ്ട, ഇതാണ് ആ ചെടി കേട്ടാ. ഈ സംഭവമാണ്, ഇതാണ് ചെടി. ഏകദേശം അതേപോലെ തന്നെ തോന്നുള്ളൂ, അതിൻ്റെ ഇല പോലെയൊക്കെ തോന്നുക. അപ്പം ആ പൂവാണെന്ന് പറഞ്ഞിട്ട് തന്നത്. പക്ഷെ എന്നെ പറ്റിച്ചത് ഇപ്പോൾ എത്ര വലുതായി 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 ഇതിപ്പോൾ ആകാശം മുട്ടാറായിട്ടുണ്ട്. തെങ്ങിനേക്കാളും അപ്പുറത്തറയുണ്ട്. തെങ്ങിൻ്റെ എന്തുട്ടാ തെങ്ങിൻ്റെ ഓല നിൽക്കാൻ കാരണം അപ്പോൾ പൂവാത്ത, അല്ലെങ്കിൽ അവരെയും കടത്തി വെട്ടിയേനെ. ഇതിപ്പോൾ എന്തൊട്ട് ചെയ്യേണ്ടതെന്നാണ്. ഇതിങ്ങനെ വളർന്ന് പോകണമുണ്ട്. ഞാൻ ആ പൂവ് വെച്ചിട്ട് എനിക്ക് പിന്നെ വെട്ടാനും തോന്നുന്നില്ല. ഇങ്ങനെ മരങ്ങളൊക്കെ മുറിക്കുക പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ഇവിടെ ആദ്യമൊക്കെ ഞാവൽമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നാവ് വിളിക്കണം, ഞാവലിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടാൻ ഞാൻ സമ്മതിച്ചില്ല പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വെട്ടണ്ടാവുന്നുണ്ട്, നന്നായി ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെട്ടി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീടിന് ഭയങ്കര ഇതായിട്ടേ ചാരി വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അതൊക്കെ ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. ഇങ്ങനെ ഇതൊക്കെ വെട്ടാനൊക്കെ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കാം. ഞാൻ വെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചേക്കാണ്. ഇതൊക്കെ ബാക്കിലൊക്കെ പറമ്പാണ്, പറമ്പൊക്കെ ആകെ കാട് പിടിച്ചിട്ടാണ് കിടക്കണം. അതൊക്കെ വെട്ടി ഒഴിക്കണം, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പും സംഭവങ്ങളൊക്കെ വരും. ചുറ്റും കാടാണ്. വേനൽക്കാലം ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയി. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 3-4 മാസമായി. അതുകൊണ്ട് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെടികൾക്കാണെങ്കിലും മരങ്ങൾക്കാണെങ്കിലും ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ആ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ കണ്ട കഥ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും വന്ന് നോക്കുമ്പോഴേക്കും അട ഒരുവിധം വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അമ്മ അട മറച്ചിട്ടു. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളത് വേവും ഇപ്പോൾ പെട്ടെന്ന്. അപ്പം നമ്മുടെ അട ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അട റെഡി. എൻ്റെ അമ്മക്കുട്ടി ഉണ്ടാക്കിയതാണ്. അട ചുട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചെന്നല്ലോ, നമ്മൾ ഇടയ്ക്ക് നമ്മൾ എന്തുട്ടാ ചെയ്യാൻ പറ്റിയ സംഭവം എന്തുട്ടാണ് അമ്മ അതിന് പറയാ? ആവിമ വേവിക്കുക. ആവിമ വേവിച്ചിട്ട് നമ്മൾ ഇടയ്ക്കാക്കാൻ കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുട്ടൊക്കെ എടുക്കുമല്ലോ, അടയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുമല്ലോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിപ്പൊടിയും മൈദയും കൂടി കുറച്ച് ഇതാക്കിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് തട്ടണം. ഇത് മുഴുവൻ ഞാൻ തട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണയ്ക്ക് കഴിക്കുള്ളൂ, ബാക്കി അമ്മയ്ക്ക് അച്ഛനൊക്കെ കൊടുക്കും. അപ്പോൾ ഇനി ഇത് കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഞാൻ അടയൊക്കെ കഴിച്ചു, വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ അമ്മ അങ്ങനെ അട ഉണ്ടാക്കാൻ പോകാറുണ്ടപ്പോൾ ഞാൻ എന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ ഈവനിങ്ങിൽ ഇതൊരു ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ ഈവനിങ് വീഡിയോ ഒന്നും പറയുന്നില്ല, എന്നാലും ചെറുതായിട്ടുള്ള തട്ടിക്കൂട്ട് സംഭവങ്ങൾ. ഭയങ്കര കുറയാണ് ഇവിടെ. അപ്പുറത്തെ വീട്ടിലത്തെ പട്ടി ഭയങ്കര കുറയാണ്.
അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരവും ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ, ചെയ്യാണ്ടിരിക്കരുത്. നമ്മളിങ്ങനെ കുറച്ച് പേരാണെങ്കിൽ പോലും അവർ കമൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.